ബാക്ക് ടു മൈ ചാനൽ. അപ്പം വേണ്ടേ ഇവിടെ അടുത്ത ചെറിയ ബ്ലോസിൽ മരവും കൂടെ വളർന്നിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ പൊട്ടിക്കാനാണ് ഗൈസ്. ഞാൻ ഇന്നലെ പറഞ്ഞ സംഭവം ചെയ്യാൻ പോവാ. നമ്മുടെ ബേസിന്റെ ബിൽഡ് തുടങ്ങാൻ പോവാ. ഇപ്പം രാത്രി ആയിരുന്നു. ഓക്കെ, എന്തായാലും നമ്മളിന്ന് ബേസിന്റെ ബിൽഡ് തുടങ്ങുവാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ കുറച്ച് വുഡിന്റെ കളക്ട് ചെയ്തല്ലോ. ഒരു 21 എൻ്റെ കയ്യിലുണ്ട്. അത് വെച്ച് നമ്മൾക്ക് ബേസിക് അവിടെ കുറച്ചും തുടങ്ങി വെക്കാം. ഞാൻ ഉദ്ദേശിക്കുന്ന ഡിസൈൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞാൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ നല്ല ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ ഈ കറക്റ്റ് ഓർഡർ തന്നെ ഇങ്ങനെയും വരും. ഇങ്ങനെ ഇത് കഴിച്ച് ഞാൻ ഈ വേൾഡിൽ ഓടിച്ചപ്പോൾ ഇതിന്റെ കറക്റ്റ് ഈ ഷേപ്പിൽ തന്നെ കിട്ടി. നാലേക്കും മഴ കറക്റ്റെല്ലാം സെയിമിൽ തന്നെ. ഇതിങ്ങനല്ല, നമ്മുടെ ബേസിക് വരുന്നത് ഇങ്ങനെ ആയിരിക്കും ഗൈസ്. ഇവിടെ ഇപ്പം ഞാൻ വെക്കുന്നില്ല, ഇവിടെ മാത്രം വെച്ചേക്കാം. ഇങ്ങനെ ആയിരിക്കും ഇത് വരാൻ പോകുന്നത്. ഇതിങ്ങനെ നേരെ ഫ്രണ്ടോട്ട് എക്സ്റ്റെൻഡ് ആയിട്ട് വരും. അതാണ് എൻ്റെ ഒരു പ്ലാൻ. ഇപ്പം വൃത്തി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതെല്ലാ സൈഡിലും ഞാനൊന്ന് മാർക്ക് ചെയ്തിടാം ഗൈസ്. അതല്ലേ നല്ലത്. അപ്പം മാർക്ക് ചെയ്തിട്ടിട്ട് നിങ്ങളതിനെ അപ്ഡേറ്റ് ചെയ്യുക. ആക്സും പൊട്ടി ഞാൻ കുറച്ച് ഇതും വുഡും കളക്ട് തിരിച്ചു വന്നു. രണ്ടുപേരും ഞാൻ ടീമിനാണ് ഗൈസ്. ടൈമാവ് ഒരാൾ ടൈമായി ഗൈസ്. ഇതിനെ കൊള്ളാം. ഫയർഫോക്സ് അതിനൊരു പേരിടുക ഗൈസ്. ഉണ്ണിന്നാണ് എൻ്റെ പേര്. അവസാനത്തത് അവരും ടൈമായി ഗൈസ്. രണ്ട് ഡോഗായി. ഇപ്പം നമുക്ക് കൂടോ രണ്ടുപേരും ഇവിടെ കൂടെ ഉണ്ട്. ഉണ്ണി 1 ഉണ്ണി 2. ഇവർക്ക് അങ്ങനെയാണ് ഗൈസ് പേര്. ഓക്കെ, ഞാൻ ഇനി പോയിട്ട് പുതിയൊരു ആക്സും ഉണ്ടാക്കി ഞാനിവിടെ എല്ലായിടത്തും ഒന്ന് സ്കെച്ച് ചെയ്തിട്ട് നിങ്ങൾ എന്നെ അപ്ഡേറ്റ് ചെയ്യാം. ചാടി അകത്ത് കയറി. അങ്ങനെ എനിക്ക് കിട്ടിയ കോപ്പർ മുഴുവൻ സ്മെൽറ്റ് ചെയ്ത് ഞാൻ ഫുള്ളാക്കി. നമ്മുടെ ഒരു പംകിനും ഉണ്ട്, ഒരു ഷിയറും ഉണ്ട് ഗൈസ്. ഇനി ഒരു ബ്ലോക്ക് നമുക്ക് ഉണ്ടാക്കണം. ഒരു ബ്ലോക്ക് കയ്യിലോട്ടെടുത്ത് വെച്ചിട്ട് ഇവിടെ വെച്ച് ഒരു പംകിൻ അതിൻ്റെ മണ്ടേ വെച്ച് എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ ഒന്ന് ഷെയർ ചെയ്താൽ മതിയല്ലേ. കോപ്പർ കൊണ്ട് റെഡിയായി. അത്രേ ഉള്ളൂ. ഇതിന് വെച്ചിട്ട് ഞാൻ ഓരോ സാധനമായിട്ട് തരാം ഗൈസ്. ഇതെനിക്ക് വേണം. ഇതിന് വർക്കാവുന്നുണ്ട് ഇപ്പം അറിയാം. ഒരു സാധനം എടുത്ത ഗൈസ്. നല്ല കാര്യങ്ങൾ നല്ലപോലെ ചെയ്യുന്നുണ്ട് ഗൈസ് എല്ലാം. ഓക്കെ, നമ്മളിനി എന്തായാലും ടൈം യൂസ് ചെയ്യുന്നതിൻ്റെ പാടെ ഞങ്ങൾ തുടങ്ങും. കുറച്ച് പോകണോ? 64. ഓക്കെ ഇതിനുള്ള സ്പേസ് എനിക്ക് ഇവിടെ വിട്ടേക്കാണ് ഗൈസ്. ചെയ്യട്ടെ. ഓക്കെ ഇനി ഇവിടെ ഒരെണ്ണം പൊട്ടിച്ചോളൂ. ഇവിടെ ഒരെണ്ണം വെക്കണം. ഇവിടെ ഒരെണ്ണം എങ്ങനെ വരുമെന്ന് എനിക്ക് ഗൈസ്. നല്ല എല്ലാ സൈഡും ഒരെണ്ണം തന്നെ വാങ്ങി നോക്കുക. ഗെയിം തന്നെ എനിക്ക് തന്നൊരു മോഡലാണ് ഗൈസ്. അപ്പം അത് തന്നെ ഇത് ചെയ്യുക. എനിക്കിതൊരാഗ്രഹം. നമ്മൾ പുതിയ ആക്സിൻ്റെ ആദ്യത്തെ വെട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതിവിടെ ഇനി ഇത് രണ്ടും കൂടെ പൊട്ടിച്ചോട്ട് ഇത് രണ്ടും ഇവിടെ വരും. കുറച്ച് പൊക്കി വെക്കണമായിരുന്നു. ഒരു ഭാഗം പൊക്കി വെക്കണമെന്ന് ഗൈസ്. ഒരു ഭാഗം പൊക്കി വെക്കണമായിരുന്നു. അത് ഞാൻ റെഡി ആക്കിയിട്ട് മറ്റേ സൈഡിലും കൂടെ ചെയ്തിട്ട് നിങ്ങൾ തന്നെ അപ്ഡേറ്റ് ചെയ്യുക. ഇവിടെ 2 മരം വളർന്നിട്ടുണ്ട്. അങ്ങനെ മരം മുഴുവൻ തീർന്നു. ഞാൻ കുറച്ച് മരവും കൂടെ നോക്കിയിട്ട് ഇവിടെ ഒരു സ്കെൽട്ടൺ നിൽക്കുന്നു. ഇവിടെ എനിക്ക് പണിയാവുമെന്നൊരു സംശയമുണ്ട്. അടി അത്രേ ഉള്ളൂ. ഹെഡ് ഷോട്ട്. കൊടി ഇത്രേ ഉള്ളൂ. ഇവിടെ ചെറുക്കനെ രക്ഷിച്ചു. ഇനി നല്ലവനായ ഉണ്ണിയോടാ. നല്ലവനായ ഉണ്ണി. അവനെന്ത് കൊടുക്കുന്നത് കഴിക്കാൻ? ഇതാണോ കൊടുക്കുന്നത്? നോക്കട്ടെ.
എന്തേ ആ ഫീഡ് ഒരെണ്ണം കഴിച്ചാൽ മതി, മറ്റൊന്നും കൊടുക്കണ്ട. എന്തെല്ലാം എന്താണ് അങ്ങനെ 30 എടുക്കാം. ഒരു വലിയ ഡീഫോറസ്റ്റേഷൻ ചെയ്തിട്ട് ഞാൻ വരാം ഗൈസ് തിരിച്ച്. ഓക്കെ, അവസാനം ഒരു ബോണം കൂടെ ഉണ്ടായിരുന്നു. ഇവന് ഒരെണ്ണം കൂടെ വേറെ ടൈമായി. ഇപ്പോൾ മറ്റേ 3 എണ്ണം ഉണ്ട്. ഫയർഫോക്സ് നമ്പർ 1 ഞാൻ ഇപ്പോൾ തീയുണ്ണി എന്നായിരിക്കും വെച്ചിരുന്നത്. തീയുണ്ണി നമ്പർ 1, തീയുണ്ണി നമ്പർ 2, തീയുണ്ണി നമ്പർ 3. ഇതാരോ എല്ലാവരും ഗൈസ്. അപ്പോഴേക്കും മടിയാക്കി പോകുന്നു. നമ്മൾ കുറച്ച് വുഡ് കളത്തിക്കൊണ്ടിരിക്കും. നമ്മുടെ പ്രോഗ്രസ് ആവാറായി. എൻ്റെ ഈ ആക്സും പൊട്ടാറായി. എൻ്റെ ആക്സ് പൊട്ടൊന്നും ഇതില്ല ഗൈസ്. ഞാൻ ഉറപ്പായിട്ടും അടുത്ത് കോപ്പർ വെച്ചൊക്കെ ഉണ്ടായിരുന്നു. കാര്യം എൻ്റെ മുഴുവൻ ഇത് ഉണ്ടാക്കി തീർന്നു. വുഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആവശ്യമായ സാധനം കേട്ടോ. അതിന് കുറച്ചും കൂടെ ഒന്ന് കളക്ട് ചെയ്യാം. ഞാൻ അവിടെ കുറേ വീണില്ല സാപ്പിളിങ് എല്ലാം കൊണ്ട് നട്ടു വെച്ചിട്ടുണ്ട് ഗൈസ്. വളരുവാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും. ഗൈസ് എൻ്റെ തീയുണ്ണി കൊല്ലാൻ പറഞ്ഞേക്കോ ഗൈസ്. എൻ്റെ തീയുണ്ണിയെ ഒരു തീയുണ്ണിയെ കൊന്ന് ചവല്ലേ ഗൈസ്. എൻ്റെ ഒരു തീയുണ്ണി മരിച്ച്. തീയുണ്ണി പോരാട്ടത്തിനിടയ്ക്ക് മരിച്ച തീയുണ്ണിക്ക് വേണ്ടി ഞാൻ ആന്തരാന്തരി ഉറപ്പിക്കുന്നു. കുഴപ്പമില്ല ഗൈസ്, വിഷമമുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം തന്നെ ഒരു ഇതുണ്ടാക്കുന്നതായിരിക്കും. വാടാ തീയുണ്ണി നമ്പർ 2. വിഷമമുണ്ട്. കറുത്ത ഉള്ളു കിട്ടിയ കാര്യമായി. അത് ചെന്നുണ്ടാകാൻ എൻ്റെ ഫുഡ് ലെവലും കുറഞ്ഞിരിക്കുമല്ലേ. കുറച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഫുഡൊന്നും ഡേയ്സ് അതിന് വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് ഡോട്ടിങ് എടുത്ത് പോകും. ഈ ചെറിയ പ്രശ്നത്തിൻ്റെ മുന്നിൽ ചെറിയ കുടിക്കുക. ഇവിടെ ഒന്ന് ഒന്നും വെച്ച് ഇവിടെ ഒന്ന് ഒരു പൂ വേണമായിരുന്നല്ലേ. കുറച്ച് റോസിൻ്റെ പൂ വയ്ക്കുന്നു. കുറച്ച് കുട്ടികൾ ഇതും വേണം. ഈ പോപ്പി വേണം. ഈ മരിച്ചില്ലല്ലേ. ഇവിടെ ഒരെണ്ണം ഇത് മറ്റേ പോപ്പി ഫ്ലവർ ഉണ്ട്. ഇത് ഇവിടെ 4 തീയുണ്ണി നമ്പർ 3. വിഷമമുണ്ട് എന്നാലും വിഷമം സഹിച്ചാനോട്ട് ഗൈസ്. ഇതിൻ്റെ പണി ഞാൻ ഇവിടം വരെ തീർത്തിട്ടുണ്ട്. കൊള്ളത്തില്ലെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എന്നാലും കുഴപ്പമില്ല. ഇത്രയൊക്കെ നല്ല സ്പേസ് ഉണ്ട്. ഞാൻ നോക്കിയൊക്കെ സെറ്റ് ചെയ്തോളാം. പ്രത്യേകതയോടെ എനിക്ക് നല്ലൊരു ഐഡിയ തോന്നുന്നുണ്ട് ഗൈസ് മനസ്സിൽ. അതിനുള്ള സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നു. എന്താ ഞാനിവിടെ മുഴുവൻ സെറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ നിങ്ങൾ ഞാൻ ലാഗ് അടിപ്പിക്കുന്നുണ്ട്. ഞാൻ ചെയ്തിട്ടുള്ളൂ. എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കുഴപ്പമില്ല. ഞാൻ ഓഫ് ലൈനിൽ നിന്ന് കുറച്ച് ഗ്രൈൻഡ് ചെയ്ത് ഞാൻ അതിൻ്റെ പണി തീർത്തിട്ട് നാളത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മുടെ ചിട്ടി അവിടെ എന്തോ ചെയ്യുന്നു നോക്കിയിട്ട് നമ്മുടെ ഇത് ഫൈനൽ ഇതാക്കാം. ചിട്ടി കിട്ടിയേ വണ്ടി ഇതായി തുടങ്ങി. ഇത് ബാഗ്സും എങ്ങനെ എന്ത് ചെയ്യണമായിരുന്നല്ലേ. വന്നവനെ ഇതിനൊരു ഹണി ഉണ്ടോന്ന് ചെയ്യണമായിരുന്നു. ചുറ്റുകൊണ്ട് ഇത് പച്ച കളറായി തുടങ്ങും. എന്താ പറ്റിയടാ?
എന്ത് പറ്റി ഗൈസ് അത് ഞാൻ മനസ്സിലായി. കയറോ ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നത്? ഞാൻ ഒന്ന് തേമ്പൊന്ന് തേക്കണമല്ലേ? ഇവിടെ എന്താ ഇതേവിടെ കൊണ്ട് വെച്ച എൻ്റെ ആയിട്ട് വീടാണോ? എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഗൈസ് ഇവിടെ. ഓക്കേ 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 ഇത് ഇവിടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പോയിട്ട് നാളെ വാ.